നമസ്കാരം. ഒടുവിൽ അനിവാര്യമായത് സംഭവിക്കുകയാണ്. ഇടതുപക്ഷ നേതാക്കൾക്ക് തന്നെ തോന്നി തുടങ്ങി തങ്ങളൊരു അധികപ്പറ്റാണെന്ന് ഒരൊറ്റ മുതൽ പാർട്ടി പൂട്ടിക്കെട്ടുകയാണ്. മുഴുവൻ അഴിമതിയിലും ഭരണവിരുദ്ധ വികാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിക്ക് ഇനിയൊരു രണ്ടാം മുന്നണിയായി പോലും കേരളത്തിൽ ഉയർന്നു വരാൻ ഒരു ബാല്യം ബാക്കിയില്ല എന്ന തിരിച്ചറിവിലായിരിക്കണം പാർട്ടി പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത്. ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തുടങ്ങി ഒടുവിൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ എന്നേക്കുമായി അന്യം നിൽക്കാൻ പോവുകയാണെന്ന കാര്യത്തിൽ മറ്റൊരു സംശയവുമില്ല. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും സാധാരണക്കാരുടെയും പാർട്ടിയെ രൂപകൊണ്ട എന്നും കഷ്ടപ്പെടുന്നവന്റെ കണ്ണുനീരിനൊപ്പം നിൽക്കുമെന്ന് ഉറ്റം കൊണ്ടൊരു പാർട്ടിയാണ് കേവലം 10-12 വർഷം കൊണ്ട് പിണറായി വിജയൻ എന്ന ഒരൊറ്റ മനുഷ്യനിലേക്ക് ചുരുങ്ങി ചെറുതായത്. അണികളും പിണറായിക്കൊപ്പമുള്ള നേതാക്കളും പാർട്ടി പിണറായിക്കൊപ്പം വളരുകയാണെന്ന് ചിന്തിച്ചപ്പോൾ പുറമേ നിന്ന് നോക്കിക്കണ്ടവരൊക്കെ വിലയിരുത്തിയത് പിണറായിയേക്കാൾ ചെറുതായി പാർട്ടി ചുരുങ്ങി പോകുന്നതാണ്. സാധാരണക്കാരന്റെ പാർട്ടി എല്ലായ്പ്പോഴും സാധാരണക്കാരനൊപ്പമാണ് നിൽക്കേണ്ടത്, പൊതുജനങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. പൊതുസമൂഹത്തിൽ നിർഭയം ഇറങ്ങി നിൽക്കാനുള്ള തന്റെ ഇടമാണ് ആർജവമാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇസഡ് കാറ്റഗറിയിലെ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി മുന്നിലും പിന്നിലും വാഹന കമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന ഒരു രാജാവിനെ ആയിരുന്നില്ല കേരളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഒപ്പത്തിനൊപ്പം നടക്കുന്ന സഖാവെ നമുക്കത്ത് നോക്കി വിളിക്കാൻ കഴിയുന്ന ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ച കേരളത്തിന് ലഭിച്ചത് അത്യുന്നതങ്ങളിൽ മാത്രം വിരാജിക്കുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അവിടെ മുതൽ പടർന്നു പിടിച്ച അതൃപ്തിയും പരസ്പര പൊരുത്തമില്ലായ്മയും പാർട്ടിക്കുള്ളിലും പൊതുജനങ്ങൾക്കിടയിലും കാട്ടുതീ പോലെ കത്തിപ്പടർന്നതിനൊടുക്കമാണ് കിരീടവും ചെങ്കോലും തിരികെ കൊടുത്ത് പിണറായി എന്ന രാജാവിന് കേരള മുഖ്യമന്ത്രി സിംഹാസനത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വന്നതിൽ കലാശിച്ചത്. തോൽവി മുഖ്യമന്ത്രിയുടേത് കൊണ്ട് അവസാനിച്ചില്ല. എല്ലാ നിലയിലും തോറ്റവരുടെ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നത് ഇടതുപക്ഷത്തെ മന്ത്രിമാർ തന്നെയായിരുന്നു. അങ്ങനെ ഒരു പതിറ്റാണ്ടു നീണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭരണത്തിന് കേരളം എന്നേക്കുമായി ശവക്കല്ലറ പണിതപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ എല്ലായ്പ്പോഴും മതതീവ്രവാദികളെന്നും കേരളത്തിൽ ഒരിക്കലും കടന്നു കയറാൻ കഴിയാത്തവരെന്നും വിധിയെഴുതിയ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിയമസഭയിൽ ലഭിച്ചത് സീറ്റ് 3. തിരുവനന്തപുരം നഗരസഭ കൂടി പിടിച്ചെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന തലസ്ഥാനത്ത് കാവിക്കൊടി നാട്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പതിയെ അതിന്റെ അന്ത്യശ്വാസം വലിക്കുകയാണ്. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയാണ് പിരിച്ചുവിടാൻ ധാരണയായിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ശുപാർശ ചെയ്തത്. വിഭാഗീയത പ്രവർത്തനങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് പരിശോധിക്കുന്നതിനായി പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ഈ അന്വേഷണ കമ്മീഷന്റെ ശുപാർശ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു. ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാമെന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനത്തിലെത്തിയത്. 2 അംഗ കമ്മീഷൻ ജില്ലാ കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചതും ഇതേ ശുപാർശയായിരുന്നു. അത്രയേറെ ഗൗരവമേറിയ വിഷയങ്ങൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്കുള്ളിലുണ്ട് എന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. 2026 തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലും മണ്ഡലങ്ങളിലും ഉണ്ടായതിനേക്കാൾ വലിയ തോൽവിയാണ് പയ്യന്നൂരിൽ CPM-നുണ്ടായത്. 50,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തിയിരുന്ന മണ്ഡലത്തിൽ TI മധുസൂദനൻ എന്ന CPM-ന്റെ പ്രമുഖനായ സ്ഥാനാർത്ഥി തോറ്റു. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ നിന്നും വിട്ടുപോയ V കുഞ്ഞികൃഷ്ണനാണ് പയ്യന്നൂരിൽ ജയിച്ചത്. കുഞ്ഞികൃഷ്ണന്റെ വിജയം സ്വാഭാവികമായി സംഭവിച്ചതല്ല എന്നും CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ചിലരുടെ പിന്തുണയോടെയാണ് നടന്നതെന്നും 2 അംഗ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ ഏരിയ കമ്മിറ്റിയിലുള്ള ചിലർ കുഞ്ഞികൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് വേണ്ടി രഹസ്യമായി വോട്ട് പിടിച്ചു. വോട്ട് മറിക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തിയെന്നും അന്വേഷണം വ്യക്തമായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അടിത്തട്ടിൽ വരെ ഇറങ്ങി ചിലർ പ്രവർത്തിച്ചു എന്നതുൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന ഒട്ടേറെ കണ്ടെത്തലുകളാണ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. താൽക്കാലികമായി രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പാനൂർ സ്വദേശിയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ P ഹരീന്ദ്രനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പയ്യന്നൂരിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി ചില അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരായിരിക്കും ഈ താൽക്കാലിക കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. പാർട്ടി തിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമാണ് ഈ നടപടി എന്നാണ് പാർട്ടിയുടെ വിശദീകരണം. ഒടുവിൽ പയ്യന്നൂരിൽ പിരിഞ്ഞതൊരു ഏരിയ കമ്മിറ്റി മാത്രമാണെന്ന് വിശ്വസിക്കാൻ ഇന്നും ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവർ കാണാതെ പോകുന്നത് ചുമരിലെ വലിയ വിള്ളലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എതിരാളികൾ ഉയർത്തുന്ന ആരോപണങ്ങളല്ല, സ്വന്തം അണികൾ പോലും നേതൃത്വത്തോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ അടിത്തട്ടിൽ പാര പണിഞ്ഞു തുടങ്ങുന്ന നിമിഷമാണ്. ഇന്ന് CPM-ന്റെ പല ഘടകങ്ങളിലും കേൾക്കുന്നത് അത്തരമൊരു അസ്വസ്ഥതയുടെ ശബ്ദമാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള ആത്മപരിശോധനയേക്കാൾ തോൽവിയിലേക്ക് നയിച്ച തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പാർട്ടിക്കുള്ളിൽ മുഴങ്ങി കേൾക്കുന്നത്. ഒരു കാലത്തെ തൊഴിലാളിയുടെയും കർഷകന്റെയും
സാധാരണക്കാരുടെയും ശബ്ദമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച പ്രസ്ഥാനം അധികാരത്തിന്റെ ഇടനാഴികളിൽ കൂടുതൽ സമയം ചെലവഴിച്ചതോടെ ആ സാധാരണക്കാരിൽ നിന്ന് അകന്നുപോയെന്ന വിമർശനം ഇന്ന് എതിരാളികൾ മാത്രമല്ല പാർട്ടിയുമായി അടുപ്പമുള്ള പലരും ഉയർത്തുന്നു. പലരും ഇതിന്റെ പേരിൽ പാർട്ടി വിട്ടുപോയി. ഭരണത്തിലിരിക്കുമ്പോൾ ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിനേക്കാൾ അധികാരം സംരക്ഷിക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ പതിഞ്ഞതെന്ന വിലയിരുത്തലും വ്യാപകമാണ്. ജനങ്ങൾ ആഗ്രഹിച്ചത് ഒപ്പത്തിനൊപ്പം നടക്കുന്ന നേതൃത്വത്തെയായിരുന്നു. എന്നാൽ അവർ കണ്ടത് പൊതുസമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അധികാര ശൈലിയാണെന്ന വിമർശനമാണ് രാഷ്ട്രീയ ചർച്ചകളിൽ ആവർത്തിക്കപ്പെടുന്നത്. ഇതിനൊപ്പം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും അസ്വാരസ്യങ്ങളും വർഷങ്ങളായി ഉയർന്നുവരുന്ന വിഷയമാണ്. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചാൽ അത് തിരുത്തലിനുള്ള അവസരമല്ല, അച്ചടക്ക പ്രശ്നമായി മാറുന്ന സാഹചര്യമുണ്ടായെന്ന വിമർശനം പലപ്പോഴും ഉയർന്നു. എന്നാൽ ഇത് അണികൾക്ക് മാത്രമാവുകയും മുതിർന്ന നേതാക്കന്മാരൊക്കെ ഈ അച്ചടക്ക നടപടികളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തതോടുകൂടി അണികളും നേതാക്കന്മാരും എന്ന തരത്തിൽ രണ്ട് തട്ടിലേക്ക് പാർട്ടി വിഭജിക്കുകയാണ് ഉണ്ടായതെന്നത് മറ്റൊരു വാസ്തവം. താഴെത്തട്ടിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ നേതൃത്വത്തിൽ എത്തുന്നില്ല എന്നും എത്തുന്നുണ്ടെങ്കിൽ പോലും ഗൗരവമായി പരിഗണിക്കപ്പെടുന്നില്ല എന്നും പ്രവർത്തകരുടെ ഒരു വിഭാഗം ആരോപിച്ചു. ഒരു ജനകീയ പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് ആശയങ്ങളുടെ വൈവിധ്യത്തിലൂടെയാണ്, ഏകകേന്ദ്രിതമായ തീരുമാനങ്ങളിലൂടെ അല്ല എന്ന വാദവും ശക്തമാവുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം ആ അസ്വസ്ഥതകളുടെ രാഷ്ട്രീയ വിവർത്തനമായിരുന്നു എന്ന് വേണം പറയാൻ. മന്ത്രിമാരും പ്രമുഖ നേതാക്കളും നേരിട്ട തിരിച്ചടികൾ വെറും വ്യക്തിപരമായ പരാജയങ്ങളായിരുന്നില്ല, ഭരണത്തോടുള്ള ജനവിധിയുടെ സൂചനകളായാണ് പലരും ഇതിനെ വായിച്ചത്. അധികാരത്തോടുള്ള ജനങ്ങളുടെ മടുപ്പും അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും സംഘടനയുടെ ആത്മവിശ്വാസക്കുറവും ഒത്തുചേർന്നപ്പോഴാണ് ചെങ്കൊടിക്ക് കീഴിൽ വർഷങ്ങളായി സുരക്ഷിതമെന്ന് കരുതിയിരുന്ന മണ്ഡലങ്ങൾ പോലും കൈവിട്ടുപോയത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടൽ അതുകൊണ്ട് തന്നെ ഒരു സംഘടനാ നടപടി മാത്രമല്ല, അത് പാർട്ടി സ്വന്തം പ്രതിസന്ധി അംഗീകരിക്കാൻ നിർബന്ധിതമായ നിമിഷത്തിന്റെ ഉദാഹരണം കൂടിയാവുകയാണ്. ചോദ്യം ഇനി ആരെയാണ് ഉത്തരവാദിയാക്കുന്നത് എന്നതല്ല, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ആവശ്യമായ ആത്മവിമർശനത്തിനും ഘടനാപരമായ മാറ്റങ്ങൾക്കും പാർട്ടി തയ്യാറാകുമോ എന്നുള്ളതാണ്. കാരണം കമ്മിറ്റികൾ പിരിച്ചുവിടുന്നത് എളുപ്പമാണ്, എന്നാൽ നഷ്ടപ്പെട്ട ജനവിശ്വാസം അത് തിരിച്ചുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. കേരള രാഷ്ട്രീയം എന്നും മാറ്റങ്ങളുടെ രാഷ്ട്രീയമാണ്. ഒരു കാലത്ത് അജയ്യരെന്ന് കരുതപ്പെട്ട പല പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ജനങ്ങൾ തന്നെ തിരുത്തിയിട്ടുണ്ട്. അതേ ജനങ്ങളാണ് ഇന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും ഒരേ ചോദ്യം ചോദിക്കുന്നത്. ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ അതോ സ്വന്തം ശബ്ദം മാത്രമാണോ കേൾക്കുന്നത്? ആ ചോദ്യത്തിന് വിശ്വസനീയമായ മറുപടി നൽകാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു നേതാവിനും അധികാരത്തിന്റെ വാതിലുകൾ എളുപ്പത്തിൽ തുറക്കില്ല. പയ്യന്നൂരിൽ ആരംഭിച്ച ഈ ആത്മപരിശോധന ഒരു ഏരിയ കമ്മിറ്റിയിൽ അവസാനിക്കുമോ അതോ പാർട്ടിയുടെ ഭാവി തന്നെ പുനർനിർവചിക്കുന്ന വഴിത്തിരിവാകുമോ എന്നതാണ് ഇനി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.